കുടുംബ പ്രശ്നത്തിൽ തെളിഞ്ഞ മോഷണക്കുറ്റം. മുപ്പത്തിയാറ് വർഷത്തിന് ശേഷമാണ് കവർച്ചാ കേസിലെ ഒരു പ്രതിക്ക് കുടുക്കായി മാറിയത് ഒരു കുടുംബ പ്രശ്നം. തർക്കത്തിനിടയിൽ ഭാര്യ പോലീസിനെ വിളിച്ചതാണ് വർഷങ്ങളായി ഒളിവിൽ കഴിയുകയായിരുന്ന മലപ്പുറം സ്വദേശി വി കെ ജോസിനെ കുരുക്കായത്. കോഴിക്കോട് തിരുവമ്പാടിയിൽ വെച്ച KSRTC ഡ്രൈവറെ തോക്ക് ചൂണ്ടി പണം കവർന്ന കേസിലെ പ്രതിയാണ് ജോസ്. 1990-ൽ പോലീസ് അന്വേഷിക്കുന്നതിനിടയിൽ മൈസൂരുവിലേക്ക് ഇയാൾ മുങ്ങുകയായിരുന്നു. ശിവകുമാർ എന്ന വ്യാജപ്പേരിൽ വിവാഹം കഴിച്ച് അവിടെ കഴിയുകയായിരുന്നു. വീട്ടിൽ നിന്ന് തോക്ക് ലഭിച്ചതോടെയാണ് മൈസൂരു പോലീസ് കേരള പോലീസിനെ വിവരമറിയിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. അഭിജിത്തെ, 36 വർഷങ്ങൾ, നീണ്ട 36 വർഷങ്ങൾ, ഇനി തന്നെ തേടി ആരും വരില്ല എന്നൊരു പക്ഷേ ഇയാൾ കരുതിയിട്ടുണ്ടാവാം, ജോസ് വിശ്വസിച്ചിട്ടുണ്ടാവാം. പക്ഷേ 36 വർഷമായി കേരള പോലീസിന്റെ പിടികൂടാൻ കഴിയാത്ത കുറ്റവാളികളുടെ ലിസ്റ്റിൽ ഇയാൾ ഉണ്ടായിരുന്നു. ഒടുവിൽ ഒരു കുടുംബ പ്രശ്നത്തിലൂടെ അയാളിലേക്ക് പോലീസ് എത്തുന്നു. നാട്ടിലേക്ക് എത്തിച്ചോ ഈ പ്രതിയെ? ഷിഹാസ്, കഴിഞ്ഞ 36 വർഷമായി പോലീസിന്റെ കണ്ണിൽപ്പെടാതെ മൈസൂരിൽ ഒളിവിൽ കഴിയുകയായിരുന്നു വി കെ ജോസ്. ഒടുവിൽ ഒരു കുടുംബ പ്രശ്നം അത് വി കെ ജോസിന് കുരുക്കായി, പോലീസിന്റെ പിടിയിലുമായി. 1990-ലാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് തിരുവമ്പാടിയിൽ ഒരു യാത്ര പോയ സർവീസ് അവസാനിപ്പിച്ച KSRTC ബസ്സിലേക്ക് കവർച്ചയ്ക്കായി വി കെ ജോസ് എത്തുകയായിരുന്നു. ഡ്രൈവറെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ ശേഷം പണവുമായി വി കെ ജോസ് അവിടെ നിന്ന് കടന്നു കളഞ്ഞു. തിരുവമ്പാടി പോലീസ് പിന്നാലെ കേസെടുത്തു, അന്വേഷണം ആരംഭിച്ചു. എന്നാൽ വി കെ ജോസിനെ കണ്ടെത്താനായി കഴിഞ്ഞില്ല. വി കെ ജോസ് നേരെ പോയത് മൈസൂരിലേക്കാണ്. അവിടെ അയാൾ ശിവകുമാർ എന്നൊരു വ്യാജ പേര് സ്വീകരിച്ച്, ഒരു കള്ളപ്പേര് സ്വീകരിച്ച് ഒളിവിൽ കഴിഞ്ഞു വന്നു. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞു, മക്കളൊക്കെ ഉണ്ടായി. മക്കളുടെ കല്യാണവും അതിനിടയിൽ സംഭവിച്ചിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഭാര്യയുമായി ഒരു തർക്കം, ഒരു കുടുംബ പ്രശ്നം വി കെ ജോസ് ഉണ്ടാക്കുന്നത്. പിന്നാലെ ഈ തർക്കം അതിരൂക്ഷമായതോടെ ഭാര്യ അവിടെയുള്ള ലോക്കൽ പോലീസിനെ വിളിച്ചു. അങ്ങനെ ലോക്കൽ പോലീസ് ഈ വി കെ ജോസിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. പോലീസിനൊരു സംശയം തോന്നി, വീട്ടിലൊരു പരിശോധന നടത്തി. അപ്പോഴാണ് കിടക്കയുടെ അടിയിൽ നിന്നൊരു തോക്കും കുറച്ച് രേഖകളും കണ്ടെത്തിയത്. അതോടെ പോലീസിന്റെ സംശയം ഇരട്ടിച്ചു. ഈ രേഖകളുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസിനെ അവിടെയുള്ള ലോക്കൽ പോലീസ് ബന്ധപ്പെടുന്നത്. അങ്ങനെയാണ് തിരുവമ്പാടി പോലീസ് ഈ മൈസൂരിലേക്ക് എത്തുന്നതും അവിടെ വെച്ച് ഇത് 36 വർഷം മുൻപ് തിരുവമ്പാടിയിലെ കവർച്ചാ കേസിലെ പ്രതിയാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത്. ഏതായാലും തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഷിഹാസ്, ഒരു കുടുംബ പ്രശ്നമാണ് ഒടുവിൽ 36 വർഷത്തിന് ശേഷം വി കെ ജോസ് എന്ന ശിവകുമാറിനെ പോലീസിന്റെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം തന്നെ തിരുവമ്പാടി സ്റ്റേഷനിലേക്ക് എത്തിച്ചിരുന്നു. പിന്നാലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശരി അഭിജിത്ത്.